എന്തൊക്കെ ചെയ്താലും സുഹൃത്തുക്കളെ തവക്കുൽ എന്നുള്ളത് നമുക്കുള്ളതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോ, ആ കാല് പടച്ചു തന്ന കാല് വെച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ, വായിന്റെ ഉള്ളിൽ കൂടി വാദം വരണം. ഏതാ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എത്ര നേരമാണ് സുഹൃത്തുക്കളെ, എത്ര സമയാ വേണ്ടേ? ചൊല്ലിയോ നമ്മള്? അല്ലേ? നമുക്ക് എന്തെല്ലാം മുൻകരുതൽ എടുത്തു കഴിഞ്ഞാലും അതിനൊക്കെ അപ്പുറത്തെ സെക്യൂരിറ്റി ആര് തരണം? പടച്ചോൻ തരണം. അതിന് നമ്മൾ എന്ത് വേണം? പ്രാർത്ഥിക്കണം. പടച്ചോനെ, ഞാൻ നിന്നിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു, ഞാൻ നിന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. അതിങ്ങനെ പറയുമ്പോൾ മലക്കൾ വിളിച്ചു പറയുന്നു, അല്ലേ, നീ സംരക്ഷിക്കപ്പെട്ടു, നിനക്കെല്ലാം മതിയായതാണ്. നീ തിരിച്ചു വരുന്നവരെ എല്ലാ കാര്യങ്ങളും പടച്ചോനെ ഏൽപ്പിച്ചു എന്നാണ്. അത്ര മനോഹരമായ പ്രാർത്ഥനയാണ്. അത് മറക്കരുത് സുഹൃത്തുക്കളെ. വാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ എത്ര എക്സ്പേർട്ട് ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ നമുക്കിന് പറയാൻ പറ്റും ഞാൻ അത്ര ഉഷാറാണ്, അല്ലെ? നമുക്ക് ഭയങ്കരമായ കോൺഫിഡന്റ് ഉള്ള ഡ്രൈവർ ആണെങ്കിൽ പോലും സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അത് പറയണം. പടച്ചോനെ, ഇത് എനിക്ക് കീഴ്പ്പെടുത്തുന്നത് ഇയാണ്, അല്ലേ? നിന്നിലേക്ക് ഞാൻ തിരിച്ചു വരുന്നതെന്നാണ്. അതൊക്കെ പറഞ്ഞിട്ടും പടച്ചോനിൽ ഏൽപ്പിച്ചിട്ട് അതൊക്കെ വരാൻ പറ്റുള്ളൂ. ഇത്ര സ്റ്റാർ കിട്ടിയ വാഹനമാണ്, സീറ്റ് ബെൽറ്റിനോ ഒക്കെ ശരിയാണ്. അതിനപ്പുറത്തൊരു സെക്യൂരിറ്റി പടച്ചോൻ തരേണ്ടതാണ്. അതിനും അപ്പുറത്ത് സുഹൃത്തുക്കളെ വളരെ മനോഹരമായ ഒരു പ്രാർത്ഥന ഉണ്ട്. എന്നും രാവിലെ നമ്മൾ ചൊല്ലണം എന്ന് പറഞ്ഞ, ഒരു തവണയെങ്കിലും ചൊല്ലണം എന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ്. അള്ളാന്റെ റസൂൽ എത്ര തിരക്കുള്ള മനുഷ്യനാ, അദ്ദേഹം ഒരു ദിവസം പോലും ചൊല്ലാതിരുന്നിട്ടില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. അതെന്താ അറിയുന്നത്? എല്ലാ ഭാഗത്തുനിന്ന് ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുമ്പോ അവന്റെ ഫ്രണ്ടിലൂടെയും വലതുഭാഗത്തു കൂടെയും ഇടതുഭാഗത്തു കൂടെയും പിറകിലൂടെയും മുകളിലൂടെയും താഴ്ഭാഗത്തു കൂടെ 6 ഭാഗത്തിലൂടെയും സംരക്ഷണം ചോദിക്കുന്ന വളരെ മനോഹരമായ ഒരു പ്രാർത്ഥന ഉണ്ട്. നമ്മൾ ചൊല്ലിയോ ഇന്നത്? اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي واعوذ بعظمتك ان اغتال من تحتي. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്. പടച്ചോനെ, എന്റെ വലതുഭാഗത്തു കൂടെ, എന്റെ ഇടതുഭാഗത്തു കൂടെ, എന്റെ മുൻപിലൂടെ, എന്റെ പിറകിലൂടെ, എന്റെ മുകളിലൂടെ, താഴ്ഭാഗത്തൂടെ ഞാൻ ആഴ്ത്തപ്പെടുന്നതിൽ നിന്നൊക്കെ എനിക്ക് നീ സംരക്ഷണം നൽകണമെന്നാണ്. അള്ളാന്റെ അസംഖ്യം വരുന്ന മലക്കുകൾ ഒരു ടീമിന്റെ പരിപാടി എന്താ പറയുന്നത്? വിശ്വാസികൾക്ക് ഹഫളത്ത് കൊടുക്കാനാണ്, അവരെ സംരക്ഷിക്കുക, അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നൊരൊറ്റ ഡ്യൂട്ടിയാണ് ആ മലക്കുകൾക്ക് പടച്ചു കൊടുത്തിട്ടുള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നില്ല. ഒരു വേറൊന്നും ചെയ്യണ്ട, അവർ ചെയ്താണ്. അത് ആർക്കാ കിട്ടുക? ചോദിച്ചവർക്ക് കിട്ടുക. സഹോദരങ്ങളൊന്നും ആലോചിച്ചു, നമുക്കുള്ളൊരു സെക്യൂരിറ്റി എത്രയെന്നുള്ളത് നമ്മൾ ചൊല്ലണം, അല്ലേ? ഈ ഇടിയും ഇങ്ങനെ എവിടുന്ന വരാള്, മുകളിൽ വരാള്, ആർക്കത് എടുക്കാൻ പറ്റുക? നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വരുമ്പോഴേക്കും ഇവർ പറഞ്ഞ പോലെ ഇറങ്ങി ഉള്ളിക്ക് എപ്പോഴും ഓടാൻ നമുക്ക് പറ്റുമോ? പറ്റുന്നിടത്ത് നമ്മൾ ചെയ്യണം. അതിനപ്പുറത്തേക്കോ ഇതൊക്കെ പാടെ ചൊല്ലിയിട്ട് ഈ മുൻകരുതൽ എടുക്കേണ്ടതാണ്. അതല്ല, എന്റെ മുകളിൽ നിന്നും വന്നേക്കാവുന്ന എന്ന് പറഞ്ഞ മുകളിൽ നിന്ന് എന്തൊക്കെ വരും? നമ്മൾ നടന്നുകൊണ്ട് നീങ്ങുന്ന സമയത്ത് ചിലപ്പോ ഒരു മരം വന്നു വീണൂടെ, അല്ലേ? എന്തെങ്കിലും ഒരു സാധനം പൊട്ടി വന്നൂടെ? നമ്മൾ പ്രതീക്ഷിക്കാതെ മുകളിൽ നിന്നൊരു പ്രശ്നം വന്ന് ഭവിക്കുന്നു. ഞാൻ കാവലിനെ ചോദിക്കാന്നാണ് മുമ്പിലൂടെ, അല്ലേ? നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചു, നമ്മൾ ഭയങ്കരമായ ട്രാഫിക് റൂൾസ് ഒക്കെ പാലിച്ചു, സ്പീഡിലൊന്നുമല്ല നമ്മുടെ വാഹനം. എതിര് വാഹനത്തിന് കഴിഞ്ഞില്ലേ? കണ്ണ് തുറക്കുമ്പോഴേക്കും നമ്മൾ വേറെ ലോകത്തേക്ക് എത്തുകയാണ്. നമ്മുടെ ജീവിതം തന്നെ മാറി മറിയാണ്, ഇല്ലേ സുഹൃത്തുക്കളെ? ആരെ തരേണ്ടത്? നമ്മളിങ്ങനെ പറയും തലനാരിഴൊക്കെ രക്ഷപ്പെട്ടു, ഹാവു ഒരു അൽഹംദുലില്ലാ എന്നെ പറയും, ഒരു അൽഹംദുലില്ലാ എന്നെ പറയും. ഞാനങ്ങോട്ട് വെട്ടിച്ചു, ഞാനങ്ങോട്ട് തിരിച്ചു, അതുകൊണ്ട് അവൻ എക്സ്പെർട്ട് ആയതുകൊണ്ട് ക്രെഡിറ്റ് മൊത്തം നമ്മൾ വാങ്ങി പോക്കറ്റ് കിടന്നിട്ട് കീറും. പടച്ചോൻ കൊടുക്കും ക്രെഡിറ്റ്. അള്ളാഹിനോട് പറയും അൽഹംദുലില്ലാ എന്ന് പറയും. സുഹൃത്തുക്കളെ, റബ്ബിന്റെ അടുത്താണ് കളികൾ. ആ ബോധം നമുക്ക് ഉണ്ടാകണം. വലതുഭാഗത്തു കൂടെ, ഇടതുഭാഗത്തു, താഴ്ഭാഗത്തു കൂടെ. ഇപ്പൊ നാളെ കണ്ടു, ഒരു വീഡിയോയിൽ കണ്ടു, ഇങ്ങനെ കുറച്ച് ടീംസിന് നടന്നു വരുന്ന സമയത്ത് പാല് പൊട്ടിണ്ട് വീഴുന്ന ഉള്ളിൽ കൊണ്ട് പോകുന്നു. ആ ക്യൂല് നിൽക്കുന്ന ഒരാൾ മാത്രം രക്ഷപ്പെടുന്നു. പൊടുന്നനെ ആ ഒരു എന്നും നടന്നു പോകുന്ന പാലാണ്, ഇങ്ങനെ നടന്നു പോകുന്ന ഒരു കാലെടുത്ത് നോക്കുമ്പോഴേക്കും ആ പാല് പൊട്ടുന്നു, താഴേക്കണ്ട് പോകുന്നു. പിന്നെ എന്തായാലും നമ്മൾ വീഡിയോയിൽ കാണില്ല, അല്ലെ? താഴ്ഭാഗത്ത് കൂടെ പിടിക്കപ്പെടുന്നതിൽ നിന്ന് ഞാൻ കഹാബിനെ ചോദിക്കുന്നത് പറഞ്ഞ അതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ നടന്നു നീങ്ങുന്ന സമയത്ത് ഒരു വിശപ്പാമ്പ് കൊന്നു കൊത്തിയ പോലെ കഴിഞ്ഞില്ലേ? നമുക്കറിയില്ല. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളെപ്പോഴും നോക്കില്ല, ചുരുണ്ട് കടക്കണ്ടേ നമ്മൾ അറിയില്ല, നമ്മൾ ഇടാൻ പോകുന്ന ഷൂസിന്റെ ഉള്ളിലെ സാധനം ഉണ്ട് നമ്മൾ അറിയില്ല. ഇതൊക്കെ ആര് തരണം എന്നറിയോ? ആ സെക്യൂരിറ്റി ഒക്കെ പടച്ചോൻ തരണം. നമ്മൾ പോയിട്ട് ഇങ്ങനെ കിടക്കണ തലാന്റെ അടിയിലെ സാധനം ഉണ്ട് നമ്മൾ അറിയില്ല. താഴ്ഭാഗത്തു കൂടെ നമ്മൾ അറിയാത്ത രൂപത്തിൽ നമുക്ക് വന്നതും എന്തെങ്കിലും വന്നു പോകുന്നതിൽ നിന്നും പടച്ചോൻ ഇന്നെ കാക്കണം എന്ന് പറഞ്ഞ സുഹൃത്തുക്കൾ, നമുക്ക് പരിമിതികൾ ഏറെയാണ്. അതുകൊണ്ടാണ് ഒരു വിശ്വാസിയും എല്ലാം പടച്ചോനക്ക് കൊടുക്കണം.
ഇത് കൊടുത്ത് ആ സെക്യൂരിറ്റി വാങ്ങലല്ല വകുപ്പ് നമുക്ക് ഉണ്ടായിരിക്കെ ഈ വിഷയത്തിലൊക്കെ അശ്രദ്ധയും അലമ്പാക്ക് വന്നു നമുക്കല്ലേ നഷ്ടം. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇത് ഏതൊരു കാലഘട്ടത്തിലുള്ള ഒന്നല്ല, ഇത് എപ്പോഴും ചൊല്ലേണ്ടതാണ്. ഞാൻ പറയല്ലോ, എപ്പോഴും നിങ്ങൾ ഈ ഖുത്ബയിൽ എത്ര തവണകൾ കേട്ടു, എന്തെല്ലാം വിഷയങ്ങൾ പറയുമ്പോൾ രാവിലെ വൈകുന്നേരമുള്ള പ്രാർത്ഥന ഞാൻ എത്ര തവണ പറഞ്ഞു. അത് അത്രയും പവർഫുൾ ആയതുകൊണ്ടാണ് സുഹൃത്തുക്കളെ നമ്മൾ അനുഭവിക്കുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കുള്ള ഒട്ടുമിക്ക, ഞാൻ വാക്കിനെ പിൻവലിക്കുന്നു, എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ട്. അതൊക്കെ മിസ്സാക്കണോനെ, ഭയങ്കര മിസ്സാ. നിങ്ങൾക്ക് അന്നേ അത് ഒഴിവാക്കിയിട്ട് 2000 നിങ്ങൾക്ക് വരുമാനം കിട്ടി നോട്ടിക്കോ, അത് നിങ്ങളെ നേട്ടമല്ല. അന്നത്തെ ആ നേട്ടമല്ല സുഹൃത്തുക്കളെ. ഒരു 10 മിനിറ്റ് ഇരുന്നുകാണ്ട് അത് ചൊല്ലാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അന്ന് നമ്മൾ ധന്യനാ. നമ്മളാ അന്ന് ശരിക്കും സ്കോർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് വേണ്ടിയിട്ടായി പറയണത്. ഇതൊക്കെ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ തിരക്കുണ്ട്, യുദ്ധമുഖത്ത് പോലും ചൊല്ലി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മാത്രമല്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക എന്നുള്ള പറയാറ്. ഇതിലൊക്കെ ശ്രദ്ധിച്ചാലും വരാനുള്ള വേറെ വിഷയം. അപ്പോൾ നമുക്ക് എന്താ ബേജാറ്? നമുക്ക് അപ്പോഴും വിശ്വാസമുണ്ട്, എന്താ അള്ളാഹു ഖദറാക്കിയ സംഭവിക്കും അല്ലേ? അൽഹംദുലില്ലാ. അപ്പോഴും നമുക്ക് റബ്ബിനോട് ഒരു പരിഭവമില്ല, അപ്പോഴും റബ്ബിനോട് നമുക്കൊരു ഒരു മറത്തിൽ വാക്കില്ല. ഇതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു, എന്നിട്ടും വരണം എന്നാണ് റബ്ബ് തീരുമാനിച്ചു. വന്നൊരു നിലക്ക് പോണ്ടേ, അത് ഒരു നിലക്ക് അല്ലെങ്കിൽ നിനക്ക് ഉണ്ടാവും.